കാസർഗോഡ് എടനീർ മഠത്തിൽ ആദിശങ്കരാചാര്യരുടെ പഞ്ചലോഹ വിഗ്രഹം ഭക്തിനിർഭരമായ ചടങ്ങിൽ സ്ഥാപിച്ചു. ശൃംഗേരി മഠത്തിലെ ഇളയ മഠാധിപതി ജഗദ്ഗുരു ശങ്കരാചാര്യ വിധുശേഖര ഭാരതി സ്വാമി വിഗ്രഹ സ്ഥാപനം നിർവഹിച്ചു. ചമ്രം പടിഞ്ഞിരിക്കുന്ന ശങ്കരാചാര്യരുടെ 3.5 അടി ഉയരമുള്ള പഞ്ചലോഹ വിഗ്രഹമാണ് മഠത്തിൽ സ്ഥാപിച്ചത്. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. അദ്വൈത വേദാന്തത്തിന്റെ പ്രചാരകനായിരുന്ന ആദിശങ്കരാചാര്യരുടെ പഞ്ചലോഹ വിഗ്രഹം എടനീർ മഠത്തിൽ ഭക്തിനിർഭരമായ ചടങ്ങിൽ സ്ഥാപിച്ചു. ശൃംഗേരി മഠത്തിലെ ഇളയ മഠാധിപതി ജഗദ്ഗുരു ശങ്കരാചാര്യ വിധുശേഖര ഭാരതി സ്വാമി വിഗ്രഹ സ്ഥാപനം നിർവഹിച്ചു. എടനീർ മഠത്തിൽ പുതുതായി നിർമ്മിച്ച ശിലാമണ്ഡലത്തിലാണ് വിഗ്രഹം സ്ഥാപിച്ചത്. ചമ്രം പടിഞ്ഞിരിക്കുന്ന ശങ്കരാചാര്യരുടെ 3.5 അടി ഉയരമുള്ള പഞ്ചലോഹ വിഗ്രഹമാണ് മഠത്തിൽ സ്ഥാപിച്ചത്. ശങ്കരാചാര്യരുടെ ശിഷ്യനായ തോടകാചാര്യരുടെ പരമ്പരയിലുള്ളതാണ് പ്രശസ്തമായ എടനീർ മഠം. മലപ്പുറം സാന്ദീപനി മഠം ട്രസ്റ്റി രാജീവ് അഗസ്ത്യാമലയുടെയും 100ഓളം ക്ഷേത്രങ്ങളുടെയും സഹകരണത്തോടെയാണ് പഞ്ചലോഹ വിഗ്രഹം പണിത് മഠത്തിന് കൈമാറിയത്. വിഗ്രഹ സ്ഥാപന ചടങ്ങിന് ശേഷം വിധുശേഖര ഭാരതി സ്വാമി അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ಅದರಿಂದ ಅಂತಹ ಒಂದು ವಿಶೇಷವಾದ ಜ್ಞಾನ ಮಾರ್ಗವನ್ನು ಶಂಕರ ಭಗವತ್ಪಾದಾಚಾರ್ಯರು ಈ ಲೋಕಕ್ಕೆ ಉಪದೇಶ ಮಾಡಿದ್ದಾರೆ. ಹಾಗಾಗಿ ಈ ಲೋಕದಲ್ಲಿ ಇಡೀ ಪ್ರಪಂಚದಲ್ಲಿ ಯಾರಾದರೂ ಸರಿ ಅವರಿಗೆ ಮೋಕ್ಷವು ಪ್ರಾಪ್ತವಾಗಬೇಕು, ಅವರ ಆತ್ಮೋದ್ಧಾರವಾಗಬೇಕು ಅಂತಂದರೆ ಏನು ಮಾಡಬೇಕು ಅನ್ನೋಂಥ ಪ್ರಶ್ನೆಯನ್ನು ಹಾಕ್ಕೊಂಡಾಗ ಶಂಕರ ಭಗವತ್ಪಾದಾಚಾರ್ಯರ ಉಪದೇಶಗಳಲ್ಲಿ ನಮಗೆ ಸರಿಯಾದಂತಹ ಒಂದು ಮಾರ್ಗದರ್ಶನ ಪ್ರಾಪ್ತವಾಗುತ್ತೆ. ಅದರಿಂದ ನಮ್ಮ ಜೀವನವನ್ನು ಸಾರ್ಥಕ ಮಾಡಿಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತೆ. ಅದರಿಂದ ಇದನ್ನು ಪ್ರತಿಯೊಬ್ಬರೂ ಸಹ ಚೆನ್ನಾಗಿ ತಿಳ್ಕೊಳ್ಬೇಕು. ಅದೇ ಈಗ ಹೇಳಿದ ಹಾಗೆ ಆ ಮೌನವಾಗಿ ತನ್ನ ನೈಜ ಸ್ಥಿತಿಯಲ್ಲಿರ್ತಕ್ಕಂತಹ ದಕ್ಷಿಣಾಮೂರ್ತಿಯು ಭಕ್ತರನ್ನು ಅನುಗ್ರಹ ಮಾಡುವುದಕ್ಕೋಸ್ಕರ ತನ್ನ ಮೌನವನ್ನು ಬಿಟ್ಟು ಮಾತನಾಡಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿ ಶಂಕರರ ರೂಪದಲ್ಲಿ, ಅಂದರೆ ಶಂಕರ ರೂಪದಲ್ಲಿ ಅವತಾರವನ್ನು ಮಾಡಿ ಮಾತನಾಡುವುದರ ಮೂಲಕ ಈ ಲೋಕಕ್ಕೆ ಉಪದೇಶವನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅಂದರೆ ಇಲ್ಲಿ ನಾವು ತಿಳ್ಕೊಳ್ಬೇಕಾದ್ದೇನು ಅಂತಂದರೆ, ನಾವು ಭಗವಂತನ ಅವತಾರಗಳನ್ನು ಭಗವಂತ ಈ ಲೋಕಕ್ಕೆ ಬರುವಾಗ ಅದನ್ನು ನಾವು ಜನ್ಮ ಅಂತ ಹೇಳುವುದಿಲ್ಲ, ಅದನ್ನು ನಾವು ಅವತಾರ ಅಂತ ಹೇಳ್ತೀವಿ. ಅಂದರೆ ಪ್ರಧಾನವಾಗಿ ನಾವು ಹೇಳುವುದು ಅವತಾರ ಅಂತ. ಸಂಸ್ಕೃತದಲ್ಲಿ ಅವತಾರ ಅಂತಂದರೆ ಕೆಳಗೆ ಇಳಿಯುವುದು ಅಂತ ಅರ್ಥ. ಜನ್ಮ ಅಂದರೆ ಅದು ಬೇರೆ, ಅವತಾರ ಅಂತಂದರೆ ಕೆಳಗೆ ಇಳಿಯುವುದು ಅಂತ ಅರ್ಥ. ಭಗವಂತ ಸರ್ವೋತ್ಕೃಷ್ಟವಾದಂತಹ ಸ್ಥಿತಿಯಲ್ಲಿದ್ದಾನೆ, ಸರ್ವೋತ್ಕೃಷ್ಟನಾಗಿದ್ದಾನೆ. ಅಂತಹ ಭಗವಂತ ಯಾಕೆ ಕೆಳಗೆ ಇಳಿಬೇಕಾಗಿ ಬರ್ತಾ ಇದೆ ಅಂತಂದರೆ, ಅವತಾರದ ಉದ್ದೇಶ ಏನು ಅಂತಂದರೆ ಉದ್ಧಾರ. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമി, പ്രമുഖ വൈദികർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നിരവധി ഭക്തരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനായി എത്തിയിരുന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, ഉദുമ നിയുക്ത MLA കെ നീലകണ്ഠൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.